ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി അക്ബർ ടോക്സ്. സംഭവം അധ്യായം 1 എന്ന സിനിമയുടെ ആദ്യ ഭാഗം നമ്മൾ നിർത്തിയത് ശ്വാസം അടക്കിപ്പിടിക്കേണ്ട ഒരു നിമിഷത്തിലാണ്. 1994 കാട്ടിൽ കാണാതായ സ്റ്റീഫൻ ജോർജ് എന്ന പോലീസുകാരൻ താൻ അപകടത്തിലാണെന്ന് പറഞ്ഞ് 2024 ആനന്ദിനോട് വാക്കി ടോക്കിലൂടെ സംസാരിക്കുന്നു. എന്നാൽ ആനന്ദ് ആ ശബ്ദം കേട്ട് ചെന്നെത്തുന്നത് സ്റ്റീഫന്റെ അസ്ഥികുടത്തിന് അടുത്തേക്കാണ്. 30 വർഷം മുമ്പ് അവിടെ മരിച്ച ഒരാൾ എങ്ങനെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്? അശോകൻ സാറിന്റെ കയ്യിൽ നിന്ന് വീണ ചോരയും അശോകൻ തന്നെ ഉതിർത്ത വെടിയൊച്ചയും ആ കാടിലെ ടൈം ലൂപ്പിനെ ഉണർത്തി കഴിഞ്ഞു. ആനന്ദ് ഇപ്പോൾ 1960 മദാമയുടെ കാലഘട്ടത്തിലും മറ്റു പല ടൈം ലൈനുകളുമായി അലയുകയാണ്. ആ കാട്ടിൽ വെച്ച് കണ്ടുമുട്ടിയ പെൺകുട്ടിയും അവളുടെ അനിയനും ഈ നിഗൂഢതയുടെ ഭാഗമാണോ? ആനന്ദിന് തന്റെ കുഞ്ഞിനെയും വൈഫിനെയും കാണാൻ ഈ കാലചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുമോ? മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും. അതിനെല്ലാം കൃത്യമായ ഉത്തരങ്ങളുമായി സംഭവം അധ്യായം 1 സിനിമയുടെ ക്ലൈമാക്സ് ഭാഗം നമുക്ക് നോക്കാം. ആദ്യ ഭാഗം കണ്ടവർക്ക് മാത്രമേ ഈ ഭാഗം വ്യക്തമാകൂ. അതുകൊണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും പോയി കാണുക. ഇപ്പോ വരൂ മൂവിയിലേക്ക് കടക്കാം. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ പെൺകുട്ടിയുടെ അനിയനെ ആനന്ദ് കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയ ആനന്ദ് കാണുന്നത് അശോകിന്റെ മൃതദേഹമാണ്. ആ സമയത്ത് അവൻ വാക്കി ടോക്കിലൂടെ സ്റ്റീഫൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. സ്റ്റീഫൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ ഓടുന്ന വഴിക്ക് MG അശോകൻ എന്ന് പറയുന്ന ഒരു കേരള പോലീസുകാരന്റെ ഡെഡ് ബോഡിയിൽ തട്ടിയാണ് വീണതെന്നും പരിക്ക് പറ്റിയതെന്നും. അങ്ങനെ സ്റ്റീഫൻ അപകടം പറ്റുന്നതിന് തൊട്ടു മുൻപുള്ള സമയത്തേക്കാണ് ആനന്ദ് എത്തിയിരിക്കുന്നത്. കഴുത്ത് ഞെരിച്ചാണ് അശോകൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആനന്ദ് നോക്കിക്കൊണ്ട് നിൽക്കെ ആനന്ദിനെ പോലെ ഈ ടൈം ലൂപ്പിൽ പെട്ടുകിടക്കുന്ന ഒരു ക്രിമിനൽസ് ആനന്ദിനെ ആക്രമിക്കാൻ വരുന്നു. അവരെ സംബന്ധിച്ച് ഇവരെല്ലാവരും പോലീസുകാരാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അശോകിനെ ഇവര് തന്നെയായിരിക്കാം കൊന്നതെന്ന്. ഈ ക്രിമിനൽസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ആനന്ദ് അവിടെ നിന്നും ഓടുന്നു. ആ സമയം ആ കാട്ടിൽ സ്റ്റീഫനും പീറ്ററും മറ്റു പോലീസുകാരും ഉൾപ്പെടെ ആ ക്രിമിനൽസിനെ അന്വേഷിച്ച് നടപ്പുണ്ട്. പീറ്റർ എന്ന് പറയുന്ന ആ പോലീസുകാരനെ ആ ക്രിമിനൽസ് കൈയോടെ പിടിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് പേടിച്ച് ആനന്ദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആനന്ദ് എത്തുന്നതാകട്ടെ സ്റ്റീഫന്റെ മുന്നിലേക്കാണ്. ആനന്ദ് പെട്ടെന്ന് സ്റ്റീഫനോട് പറയുന്നുണ്ട് ഞാൻ കേരള പോലീസാണെന്ന്. സ്റ്റീഫൻ പറയുന്നുണ്ട് താൻ പരിമല പോലീസ് സ്റ്റേഷനിലെ SI ആണ് സ്റ്റീഫൻ ജോർജ്. ആ സമയം ആനന്ദിന് മനസ്സിലായി വാക്കി ടോക്കിലൂടെ അവനോട് സംസാരിച്ച അതേ സ്റ്റീഫൻ ജോർജ് തന്നെയാണ് ഇതെന്ന്. ഇന്നത്തെ ഡേറ്റ് എന്താണെന്ന് ആനന്ദ് ചോദിച്ചതും അയാൾ പറയുന്നു മെയ് 26, 1994 ആണെന്ന്. ആനന്ദിന് ഉറപ്പായി താൻ ടൈം ലൂപ്പിൽ അകപ്പെട്ട് ഇപ്പോൾ 94 എത്തിയിരിക്കുന്നു എന്ന്. അവരങ്ങനെ സംസാരിച്ചു നിന്നത് മുത്തുവേലിന്റെ ബഹളം അവർ കേൾക്കുന്നു. ആ ക്രിമിനൽസ് മുത്തുവേലിനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. സ്റ്റീഫൻ അവിടേക്ക് ഓടിപ്പോയി. ആനന്ദും അയാളുടെ പിറകെ ഓടി മുത്തുവേലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതിലുണ്ടായിരുന്ന ഒരു ക്രിമിനൽസിന്റെ നേരെ സ്റ്റീഫൻ ഷൂട്ട് ചെയ്തു. ആ സൗണ്ടും ആ ക്രിമിനൽസിന്റെ ശരീരത്തിൽ നിന്ന് വീണ ബ്ലഡും കൊണ്ട് വീണ്ടും ആ കാടിന്റെ ഭാവം മാറുകയും അവിടെ വലിയ സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങുകയും അടുത്ത ടൈം ലൂപ്പ് സംഭവിക്കുകയും ചെയ്യുന്നു. ആ ഇരുട്ടുമാറി വെളിച്ചം വീണപ്പോഴേക്കും ആനന്ദ് വേറെ ഏതോ കാലഘട്ടത്തിലായിരുന്നു. ചുറ്റും സ്റ്റീഫനോ മുത്തുവേലോ ആ ക്രിമിനൽസോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആനന്ദ് നോക്കുമ്പോൾ കാണുന്നത് തുടക്കത്തിൽ നമ്മളെ കാണിച്ച മരത്തിൽ എന്തോ വരച്ചുകൊണ്ടിരുന്ന ആളെയാണ്. അയാൾ എന്താ ചെയ്യുന്നതെന്ന് ആനന്ദ് വീക്ഷിക്കുന്നു. നമ്മൾ ചുരുളി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സ്ട്രെച്ചർ ആയിരുന്നു അയാൾ ആ മരത്തിൽ കൊത്തിവെച്ചുകൊണ്ടിരുന്നത്. അയാൾ ചെയ്യുന്നത് ആനന്ദ് മാത്രമല്ല മറ്റൊരാൾ കൂടി അവിടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അത് ആ പോലീസുകാരൻ പീറ്റർ ആയിരുന്നു. ഈ ടൈം ലൂപ്പ് സംഭവിക്കുമ്പോൾ ഓരോരുത്തരും പല പല ടൈം ലൈനുകളിലേക്ക് പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും തന്നെ നോക്കുന്നത് കണ്ട അയാളാകട്ടെ നിങ്ങളൊക്കെ ആരാണെന്ന് ആനന്ദിനോടും പീറ്ററിനോടും തിരിഞ്ഞു ചോദിക്കുന്നു. അടുത്ത നിമിഷം എവിടെയോ ഒരു വെടിയൊച്ച കേട്ടു. വീണ്ടും കാടിന്റെ ഭാവം മാറി. അടുത്ത ടൈം ലൂപ്പ് സംഭവിച്ചു. ആനന്ദ് വീണ്ടും എത്തുന്നത് 1960 കാലഘട്ടത്തിലേക്കാണ്. ആ മദാമ ജെയിംസിനെ കൊല്ലാൻ വേണ്ടി കാട്ടിൽ തിരഞ്ഞു നടക്കുന്നു. ജെയിംസ് മരിക്കുന്നതിന് കുറച്ചു മുമ്പുള്ള സമയത്തിലേക്കാണ് ഇപ്പോൾ ആനന്ദ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ജെയിംസിനെ ആനന്ദ് അവിടെ വെച്ച് കാണുകയും ചെയ്തു. തന്നെ കൊല്ലാൻ വന്ന മദാമയെ ജെയിംസ് കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു കമ്പ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. പക്ഷെ അവിടെ നിന്ന് ജെയിംസിന് രക്ഷപ്പെട്ടു പോകാൻ പറ്റിയില്ല. മദാമയുടെ ആൾക്കാരെ അവന്റെ തലയറുത്തു. അവന് നേരെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ആ വെടിയേച്ചയും അവന്റെ ബ്ലഡും വീണതോടുകൂടി വീണ്ടും ടൈം ലൂപ്പ് സംഭവിക്കുന്നു. ആനന്ദ് വീണ്ടും അവിടെ നിന്ന് തിരിച്ചെത്തുന്നത് മരത്തിൽ ചുരുളി വരച്ചുകൊണ്ടിരുന്ന അയാളുടെ അടുത്തേക്കാണ്. അയാൾ ആനന്ദിനോട് പറയുന്നുണ്ട് സാറിന് ഇപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടെന്നറിയാം. പക്ഷെ സാർ പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ പ്രേതങ്ങളൊന്നുമില്ല. നിങ്ങൾ ആരാണെന്ന് ആനന്ദ് ചോദിച്ചതും അയാൾ പറയുന്നുണ്ട് ഞാൻ ആരാണെന്നും ഇവിടെ എന്താ നടക്കുന്നതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു വലിയ വിഗ്രഹം കണ്ടോ? കാക്കയുടെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ആ വിഗ്രഹം. പക്ഷെ ഈ കാട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒരു കാക്കയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഈ കാട്ടിൽ കാക്കകളേ ഇല്ല. അതിനെല്ലാം ഒരു കാരണമുണ്ട്. ഇതിന്റെയെല്ലാം തുടക്കം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. പറങ്കികൾ ഇങ്ങോട്ട് വന്ന് തുടങ്ങിയ കാലത്താണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അന്ന് ഈ കാക്കകളുടെ തലയിൽ മനുഷ്യന്റെ രൂപമുള്ള വിഗ്രഹത്തെ വെച്ച് ആരാധിച്ചിരുന്ന കുറച്ച് കാട്ടിലെ ഗോത്രവർഗ്ഗക്കാരുണ്ടായിരുന്നു. കാക്കകൾ ദൈവത്തിന്റെ പ്രതീകമായിട്ടാണ് അവർ കണ്ടത്. അവർക്ക് നല്ല കാലം വരാനായി അവരെല്ലാവരും ഈ വിഗ്രഹത്തിന് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരുന്നു. ഗർഭിണികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടത്തെ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നല്ല കാലം വരുമെന്ന് അവർ വിശ്വസിച്ചു. പറങ്കികളുടെ അധിനിവേശം ശക്തമായിരുന്ന കാലത്ത് ലൂഡ് ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരാളാകട്ടെ ഈ ഏരിയയിലേക്ക് വന്നു. അയാൾ ഒരു നിരീശ്വരവാദിയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ അമ്പലങ്ങളും തകർക്കുകയും വിഗ്രഹങ്ങളെല്ലാം അയാളുടെ നാട്ടിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു.
തന്നെ മാത്രമേ എല്ലാവരും ആരാധിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു അയാൾ ജനങ്ങളോട് പറഞ്ഞത്. നാട്ടിലെ വിഗ്രഹങ്ങളെല്ലാം കയറ്റുമതി ചെയ്തെങ്കിലും ഈ കാടിനുള്ളിൽ ഇങ്ങനെ ഒരു ഗോത്രവർഗ്ഗക്കാർ ഉണ്ടെന്നും ഇവിടെ ഇങ്ങനെ ഒരു വലിയ വിഗ്രഹമുണ്ടെന്നും അയാൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം അയാളോട് അത് ആരോ പറഞ്ഞു. അങ്ങനെ അതറിഞ്ഞ ഗബ്രിയേൽ ഈ കാട്ടിലേക്ക് വന്ന് ഇവിടെയുള്ള ആളുകളെ എല്ലാം ആക്രമിച്ച ശേഷം ഈ വിഗ്രഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ വിഗ്രഹം അവിടെ നിന്ന് അനങ്ങിയതേയില്ല. വിഗ്രഹം കൊണ്ടുപോകാൻ പറ്റാത്ത ദേഷ്യത്തിൽ ആ ഗോത്രവർഗ്ഗക്കാരെ മുഴുവൻ ഗബ്രിയേൽ കൊന്നൊടുക്കി. എന്നിട്ടും പക തീരാത്ത കാരണം ആ കാട്ടിലുണ്ടായിരുന്ന കാക്കകളെ മുഴുവൻ അയാൾ ചുട്ടുകൊന്നു. പക്ഷെ പിന്നീട് ആ ഗബ്രിയേലിനോ അയാളുടെ സംഘത്തിനോ ഈ കാട്ടിൽ നിന്ന് തിരിച്ചു കടക്കാൻ പറ്റിയില്ല. ഏകദേശം 1 മണിക്കൂർ മാത്രം സഞ്ചരിച്ചാണ് അവർ കാട്ടിലേക്ക് വന്നത്. എന്നാൽ കാട്ടിൽ നിന്ന് ഒരാഴ്ചയോ വർഷങ്ങളോ ആയിട്ടും അവർക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. ഇപ്പോഴും അവരെല്ലാവരും ഇവിടെ തന്നെ കിടന്ന് കറങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ആ സൗണ്ടുകളും ഗോത്രവർഗ്ഗക്കാരുടെ ചോരയും വീണതോടുകൂടി സ്വാധിക ഭാവത്തിലുണ്ടായിരുന്ന ആ മൂർത്തി ഉഗ്രഗോപിയായി മാറി. അതിന് കാലത്തിന് പോലും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗബ്രിയേലിനോ കൂട്ടർക്കോ ഇവിടെ നിന്നും പുറത്തു കടക്കാൻ പറ്റാതിരുന്നത്. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് ഓരോ തവണ ഈ മണ്ണിൽ ബ്ലഡ് വീണാലും അളവിൽ അധികം സൗണ്ട് ഉണ്ടായാലും ഇവിടത്തെ സമയത്തിന്റെ ഗതി തന്നെ മാറും. അയാൾ ആനന്ദിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ കാട്ടിൽ കണ്ടവരും കേട്ടവരും ഒന്നും മരിച്ചവരല്ല. പല സമയത്തായിട്ട് ഈ കാടിനുള്ളിൽ പെട്ടുപോയവരാണ്. അവർ ഇപ്പോഴും പുറത്തിറങ്ങാൻ പറ്റാതെ ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ആ കഥകളെല്ലാം പറഞ്ഞപ്പോഴാണ് ആനന്ദിന് മനസ്സിലായത് താൻ കണ്ട ഓരോരുത്തരും പല സമയത്തും പല കാലഘട്ടങ്ങളിലൂടെയും ഇവിടെ പെട്ടുപോയവരാണെന്ന്. ആ മദാമിയും ജെയിംസും മുത്തുവേലും പീറ്ററും മുനുസാമിയും അശോകനും ഈ കൊച്ചു പെൺകുട്ടിയും സ്റ്റീഫനും ആനന്ദിനോട് ഇപ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയാളും എല്ലാം തന്നെ ഈ ലൂപ്പിൽ പെട്ടുകിടക്കുന്നവരാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ആനന്ദ് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഈ ഊരുമക്കളെ ചതിച്ച് ഇവിടത്തെ വിഗ്രഹത്തെ പറ്റിയും അയാളുടെ ആരാധനയെ പറ്റിയെല്ലാം ബ്രീൽ എന്ന പോർച്ചുഗീസുകാരനെ അറിയിച്ചത് താനാണെന്ന്. താൻ പോർച്ചുഗീസുകാരുടെ ചാരനായിരുന്നു. അയാൾ അന്ന് ചെയ്ത ആ തെറ്റ് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ആ സമയം ചതുപ്പിൽ കിടന്ന് തന്നെ രക്ഷിക്കാൻ വിളിച്ചു കൂവുന്ന റെജിയുടെ സൗണ്ട് ആനന്ദ് കേൾക്കുന്നു. ആനന്ദ് അവിടേക്ക് ഓടിപ്പോകാൻ തുടങ്ങിയതും ഈ ചാരനായിട്ടുള്ള ആളാകട്ടെ ആനന്ദിനോട് പറയുന്നുണ്ട്, ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു കടക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ഇതിനെല്ലാം കാരണമായ ആ സംഭവം നടക്കാൻ പാടില്ല, അത് തടുക്കണം. ആനന്ദ് അവിടെ നിന്നും റെജി നിലവിളിക്കുന്ന ഭാഗത്തേക്ക് ഓടിച്ചെല്ലുന്നു. ഒരു മരത്തിന്റെ അടുത്ത് നിന്ന് ആനന്ദ് നോക്കിയതും റെജി ചതുപ്പിൽ കിടക്കുന്നതാണ് കാണുന്നത്. റെജി ഒരു തവണ ആനന്ദിനെ ഒന്ന് നോക്കി. അതേസമയം റെജി ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ആനന്ദും അശോകനും അവനെ രക്ഷിക്കാൻ വരുന്നതാണ് അവൻ കാണുന്നത്. ഈ സീൻ മുമ്പ് കാണിച്ചപ്പോൾ റെജി 2 സൈഡിലേക്കും ഒരുപാട് ഡൗട്ടോട് കൂടി നോക്കുന്നത് നമ്മൾ കണ്ടില്ലേ. അത് ഇങ്ങനൊരു കാരണം കൊണ്ടാണ്. കാരണം ഒരേ സമയം അന്നേരം റെജി 2 ആനന്ദുമാരെ കണ്ടിരുന്നു, വ്യത്യസ്തമായ ടൈം ലൂപ്പിൽ നിന്ന് വന്നവരെ. എന്താണെങ്കിലും അശോകനും ആനന്ദും ഇവിടെ റെജിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയും അശോകന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വീഴുന്നതും അശോകൻ ഷൂട്ട് ചെയ്യുകയും ചെയ്തതോടുകൂടി അവിടെ ടൈം ലൂപ്പ് സംഭവിക്കാൻ തുടങ്ങിയിരുന്നു. ഈ സീനെല്ലാം കണ്ടുകൊണ്ട് ഈ ലൂപ്പിലൂടെ കടന്നു വന്ന നമ്മളുടെ റിയൽ ആനന്ദ് ചെവിപ്പൊത്തി നിൽക്കുകയാണ്. എന്താണെങ്കിലും കാടിന്റെ മട്ടും ഭാവവും മാറി അടുത്ത ലൂപ്പിലേക്ക് അവൻ കടക്കുന്നുണ്ടായിരുന്നു. വീണ്ടും 1960 കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് അവന് വീണ്ടും തിരിച്ച് അവന്റെ സ്വന്തം കാലഘട്ടത്തിലേക്ക് എത്തിയേ പറ്റൂ. ഇതിന് അയാൾ പറഞ്ഞ പോലെ ഇവിടെ ബ്ലഡ് വീഴണം, ഉച്ചത്തിൽ സൗണ്ട് കേൾക്കണം, എന്നാലേ അടുത്ത ലൂപ്പ് സംഭവിക്കൂ. അവൻ ബഹളം വെക്കാൻ തുടങ്ങി, ഉറക്കെ വിളിച്ചു കൂവാൻ തുടങ്ങി. അവിടെ കടന്നൊരു ചെറിയ മുള്ളെടുത്ത് സ്വന്തം കൈ തന്നെ മുറിച്ച് ബ്ലഡ് താഴേക്ക് വീഴ്ത്തി. സീൻ അവിടെ കട്ടായി നമ്മളെ കാണിക്കുന്നത് ആ ചെറിയ പെൺകുട്ടി എങ്ങനെയാണ് കാട്ടിലേക്ക് വന്നതെന്നാണ്. അവളും അവളുടെ അനിയനും കൂടി റോഡ് സൈഡിലൂടെ നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് ഈ കാടിനുള്ളിൽ ഒരു കുതിര നിൽക്കുന്നത് അവളുടെ അനിയൻ കാണുന്നത്. ആ കുതിരയെ ലക്ഷ്യമാക്കി ഓടുകയായിരുന്നു അവളുടെ അനിയൻ. അവളുടെ അനിയന്റെ പിറകെ അവളും ഓടി. ആ സമയം ചതുപ്പിൽ വീണ റെജിയാകട്ടെ സ്വയം കയറി വരുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന വഴിക്ക് ഈ 2 കുട്ടികളെ കാണുന്നു. പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ അനിയൻ റെജിയെ കണ്ട് പേടിച്ചോടി. പക്ഷെ റെജിയാകട്ടെ ആ പെൺകുട്ടിയെ ചേച്ചി എന്ന് വിളിക്കുകയായിരുന്നു. അതായത് ഈ ഒരു സീനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഓടിപ്പോയ പെൺകുട്ടിയുടെ അനിയൻ റെജി തന്നെയാണെന്ന്. ആ ഓടിപ്പോയ കുട്ടി റെജി തന്നെയാണെന്ന്. അവൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഈ കാട്ടിൽ അകപ്പെട്ടിട്ടുണ്ട്. തന്റെ അനിയനെ തേടിയാണ് താൻ ഈ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതെന്ന് ആ പെൺകുട്ടി ആനന്ദിനോട് പറഞ്ഞില്ലേ. അവൾ അന്ന് പറഞ്ഞ ആ അനിയൻ റെജി തന്നെയായിരുന്നു. പക്ഷെ കൊച്ചു പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ മുന്നിൽ നിൽക്കുന്നത് വളർന്നു വലുതായ തന്റെ അനിയനാണെന്നും അറിയില്ല. അത് കാരണം ആ രൂപമൊക്കെ കണ്ട് അവൾ പേടിച്ചോടാൻ തുടങ്ങി. ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് റെജി ആ പെൺകുട്ടിയുടെ പിറകെ ഓടുകയാണ്. പെട്ടെന്ന് അവൻ കാലുവഴുതി വീഴുന്നു. റെജി ഇപ്പോൾ നിൽക്കുന്നത് സ്റ്റീഫനും പീറ്ററും മറ്റു പോലീസുകാരും എല്ലാം ആ ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടി കാട്ടിലേക്ക് വന്ന ആ ഒരു കാലഘട്ടമില്ലേ, അവിടെയാണ്. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മുത്തുവേലിനെ ആക്രമിക്കാൻ വന്ന ക്രിമിനൽസിനെ സ്റ്റീഫൻ ഷൂട്ട് ചെയ്തതായിട്ട് നമുക്ക് കേൾക്കാം. സൗണ്ട് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ലൂപ്പിലേക്ക് കടക്കും, കാലഘട്ടം മാറും. അപ്പോൾ റെജി അടുത്തൊരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ റെജി ചുറ്റും നോക്കുമ്പോൾ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവൻ പിറകെ ഓടിയ ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയെ കാണുന്നില്ല. അതേസമയം റെജി എത്തിയ ആ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ ആനന്ദം വരികയാണ്. ആനന്ദ് റെജിയെ കാണുന്നുണ്ട്. റെജി ആകട്ടെ തന്റെ ചേച്ചി എവിടെയാണെന്ന് അന്വേഷിച്ച് കാടിലൂടെ ഓടുകയാണ്. ആനന്ദ് റെജിയുടെ പിറകെ ഓടുന്നുണ്ട്. റെജി എന്ന് വിളിച്ചിട്ട് പോലും റെജി വിളി കേൾക്കുന്നുണ്ടായിരുന്നില്ല.
ഈ ഓടി ഓടി പോകുന്ന വഴി റെജി ആകട്ടെ ചെന്നപ്പെടുന്നത് മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച വേട്ടയ്ക്ക് വന്ന കുട്ടികളുടെ ഫ്രണ്ടിലേക്കാണ്. അതിലൊരു പെൺകുട്ടി ഉന്നം വെച്ച് പന്നി കിട്ടാത്ത കാരണം സൈഡിലൂടെ എന്തോ വരുന്നത് കണ്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുകയും അവളുടെ തോക്കിൽ വെടിയുണ്ടുകൊണ്ട് റെജി താഴെ വീഴുകയും ചെയ്യുന്നു. റെജിയുടെ പിറകെ വന്ന ആനന്ദും ഇത് കാണുന്നുണ്ട്. അതായത് ശരിക്കും ഇപ്പോൾ ആനന്ദും റെജിയും ആ പെൺകുട്ടിയും കൂട്ടുകാരും ഈ ഫോറസ്റ്റിൽ കയറിയ ഒരു കാലഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ പെൺകുട്ടി റെജിയെ ഷൂട്ട് ചെയ്യുകയും അവന്റെ ബ്ലഡ് ഈ മണ്ണിൽ വീഴുകയും ആ സൗണ്ടും കൂടി ആയപ്പോഴേക്കും വീണ്ടും അവിടെ ടൈം ലൂപ്പ് സംഭവിക്കുന്നു. ആനന്ദ് വീണ്ടും ലൂപ്പിലകപ്പെട്ട് അടുത്ത കാലഘട്ടത്തിൽ എത്തുന്നു. അവൻ വീണ്ടും വരുന്നത് 1994ലേക്കാണ്. ചുറ്റും നോക്കും അവൻ കാണുന്നതാകട്ടെ ആ ക്രിമിനൽസ് പീറ്ററിനെ ഉപദ്രവിക്കുന്നതാണ്. അതുകൊണ്ട് ആനന്ദ് ഈ പ്രാവശ്യം പോയി പീറ്ററിനെ രക്ഷിക്കുന്നു. പീറ്ററിന്റെ കയ്യിലെ തോക്ക് വാങ്ങി ക്രിമിനൽസിന് നേരെ ചൂണ്ടിയതും അവരെല്ലാം ഓടിപ്പോവുകയാണ്. ഇതിനുടനീളം ആനന്ദ് ലൂപ്പിലകപ്പെട്ട് ഓരോ കാലഘട്ടത്തിലേക്ക് പോകുമ്പോഴും അവൻ താൻ ലൂപ്പിലകപ്പെട്ട കാര്യങ്ങളും സംഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഓർത്തെടുക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരെ സംബന്ധിച്ച് അതൊന്നും ഓർമ്മയില്ല. ആനന്ദ് പീറ്ററിനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പിന്നീട് വ്യക്തമായിട്ട് പറയാം, പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ ഷൂട്ട് ചെയ്യാനോ ഇവിടെ ബ്ലഡ് വീഴാനോ പാടില്ല എന്ന്. ആനന്ദ് അതും പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നതും സ്റ്റീഫനെ കാണുന്നുണ്ട്. സ്റ്റീഫൻ ക്രിമിനൽസിനെ തേടി നടക്കുകയായിരുന്നു. ആനന്ദ് വീണ്ടും സ്റ്റീഫനോട് പറയുന്നുണ്ട്, ഞാൻ കേരള പോലീസാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കാട് വിട്ടു പോയെങ്കിലേ പറ്റൂ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെയും വിളിക്കണം. പക്ഷേ ക്രിമിനൽസിനെ പിടിക്കാതെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അയാൾ പറഞ്ഞെങ്കിലും അതൊക്കെ പിന്നെ നോക്കാം, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാനാണ് ആനന്ദ് പറയുന്നത്. എത്രയ്ക്ക് പറഞ്ഞിട്ടും അയാൾ കേൾക്കാത്ത കാരണം ആനന്ദ് അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ പോയില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെയും ഇന്ന് നിങ്ങൾക്ക് ജനിച്ച കുട്ടിയെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇത് കേട്ടതോടെ സ്റ്റീഫൻ ഞെട്ടിത്തെറിച്ച് ആനന്ദിനോട് ചോദിക്കുന്നുണ്ട്, അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന്. ഇവർ ഈ കാട്ടിലേക്ക് കയറാൻ തന്നെ കാരണം ഈ സ്റ്റീഫൻ ഇവരെ വാക്കി ടോക്കിലൂടെ കോണ്ടാക്ട് ചെയ്തത് കൊണ്ടാണ്. ആ സമയം അയാൾ പറയുന്നുണ്ടായിരുന്നല്ലോ, അയാളുടെ ഭാര്യ ഇന്ന് പ്രസവിച്ചിട്ടുണ്ട്, അയാൾക്ക് അയാളെ കുഞ്ഞിനെയും ഭാര്യയെയും കാണണമെന്ന്. കൂടാതെ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കൂടി ആനന്ദ് പറയുന്നുണ്ട്, എന്റെ അച്ഛൻ ഞാൻ ജനിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തെയും കാണാതായതാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്റെ അച്ഛൻ പ്രണയിച്ച് വിവാഹം കഴിച്ചത് സേതുലക്ഷ്മി എന്ന് പറയുന്ന മലയാളിയായ ഒരു സ്ത്രീയെയാണ്. എന്റെ അച്ഛന്റെ പേര് സ്റ്റീഫൻ ജോർജ് എന്നാണ്. അത് കേട്ടതോടെ ഈ സ്റ്റീഫൻ ഞെട്ടി. അതായത് ആനന്ദ് ഈ സ്റ്റീഫന്റെ മകനാണെന്നാണ് അവൻ പറഞ്ഞു വരുന്നത്. തന്റെ കയ്യിലുണ്ടായിരുന്ന ID കാർഡ് അവനെടുത്ത് കാണിക്കുന്നുണ്ട്. മെയ് 26, 1994 അവൻ ജനിച്ചത്. എന്റെ അച്ഛനെ ഞാൻ ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇതാണെന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ ജോർജിനെ അയാളുടെ തന്നെ ഫോട്ടോ അവൻ കാണിക്കുകയും ചെയ്യുന്നു. ആനന്ദും സ്റ്റീഫനും ഇപ്പോൾ നിൽക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മെയ് 26, 1994. ഇന്ന ദിവസമാണ് അയാൾക്ക് ആനന്ദ് ജനിക്കുന്നത്. ഭാവിയിൽ നിന്ന് വന്ന തന്റെ മകൻ തന്നോട് ഇത് പറയുമ്പോൾ ശരിക്കും സ്റ്റീഫൻ ജോർജിനെ വിശ്വസിക്കാമെന്നേ തോന്നുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടെ വവ്വാലുകൾ കൂട്ടത്തോടെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ഇനി അടുത്തത് എന്താ നടക്കാൻ പോകുന്നതെന്നും ആനന്ദിന് അറിയാം. കാരണം അവൻ ഈ ലൂപ്പിലൂടെ കുറെ തവണയായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരനെ ഈ ക്രിമിനൽസ് കഴുത്ത് നെരിച്ച് കൊല്ലാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അയാളെ പോയി രക്ഷിക്കാം. അത് പറഞ്ഞതും സ്റ്റീഫൻ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. അയാളുടെ പിറകെ ആനന്ദ് ഓടുന്നുണ്ട്. ആ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് മറ്റൊരു ലൂപ്പിൽ നിന്ന് വന്ന ഒരു ആനന്ദ് കൂടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സ്റ്റീഫനും നമ്മുടെ ആനന്ദും മുത്തുവേലിനെ രക്ഷിക്കാൻ ചെല്ലുമ്പോൾ ആനന്ദ് പ്രത്യേകം സ്റ്റീഫനോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നും ഇവിടെ ബ്ലഡ് വീഴാൻ പാടില്ല എന്നും. അത് കാരണം മുത്തുവേലിനെ രക്ഷിക്കുന്നതല്ലാതെ ക്രിമിനൽസിനെ അവർ കൈയോടെ പിടിക്കുന്നില്ല. അവന്മാർ അവിടെ നിന്ന് പുറത്തിറക്കുമ്പോൾ നമുക്ക് പിടിക്കാമെന്ന് ആനന്ദ് പറയുന്നു. പക്ഷെ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി കണ്ടെത്തണം. അങ്ങനെ സ്റ്റീഫൻ തന്റെ കൂടെയുള്ള ആൾക്കാരെ കൂടി വിളിക്കുന്നുണ്ട്. പീറ്ററിനെ വാക്കി ടോക്കിലൂടെ കോൺടാക്ട് ചെയ്യുമ്പോൾ പീറ്ററിന്റെ കൂടെ മുനിസ്വാമി ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സെൽവത്തിനെ ആ ക്രിമിനൽസ് കൊന്നു കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു. സെൽവത്തിനെ അവർ അവിടെ വിട്ടിട്ട് ആനന്ദിന്റെ കൂടെ ഈ 4 പേരും കാട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള വഴി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആനന്ദ് അടങ്ങുന്ന ആ ഒരു സംഘം വീണ്ടും തിരിച്ച് വിഗ്രഹത്തിന്റെ അടുത്തെത്തി. ഇവിടെ നിന്ന് എങ്ങോട്ട് പോയാലും റോഡിലെത്താമെന്നാണ് മുത്തുവേൽ പറയുന്നത്. അങ്ങനെ അവർ അവിടെ നിന്നും സ്ട്രൈറ്റ് ആയിട്ട് നടക്കാൻ ആരംഭിച്ചു. പക്ഷെ ഓരോ തവണ അവർ നടക്കുമ്പോഴും അവർ കറങ്ങിത്തിരിഞ്ഞ് വിഗ്രഹത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അതായത് ഇവർ നേർവഴി നടക്കുമ്പോൾ വിഗ്രഹത്തെ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ എത്രയ്ക്ക് ശ്രമിച്ചിട്ടും പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. ഒടുവിൽ 5 പേരും പല പല ദിശകളിലേക്ക് പോയെങ്കിലും ഇവരെല്ലാവരും കറങ്ങിത്തിരിഞ്ഞ് ഈ വിഗ്രഹത്തിന്റെ അടുത്ത് തന്നെയാണ് എത്തുന്നത്. അപ്പോഴാണ് ആനന്ദിന് ആ ഒരു ചാരനായിട്ടുള്ള ആള് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അയാൾ മരത്തിൽ ചുരുളിയുടെ ചിഹ്നം കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാകും. ആനന്ദ് കുറച്ചുനേരം അത് നോക്കിയപ്പോൾ അവന് മനസ്സിലായി, വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗോത്രവർഗക്കാര് ഈ വിഗ്രഹത്തിനെ ചുറ്റിക്കൊണ്ടിരുന്നതാണ്. ഒരു പക്ഷേ അങ്ങനെ വിഗ്രഹത്തെ ചുറ്റിക്കഴിഞ്ഞാൽ ഈ കാടിന് പുറത്തേക്ക് കടക്കാനുള്ള വഴിയിലെത്തും. കാരണം ഇത്രയും നേരം അവർ വിഗ്രഹത്തിന്റെ അടുത്ത് നിന്ന് നേർദിശയിലേക്ക് നടന്നപ്പോൾ അവർ കറങ്ങിത്തിരിഞ്ഞ് വിഗ്രഹത്തിന് ചുറ്റുമാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇനി വിഗ്രഹത്തിന് ചുറ്റും നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റോട്ടിലെത്താൻ പറ്റും. അങ്ങനെ അവർ വിഗ്രഹത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നു. ഓരോ തവണ കറങ്ങി വരുമ്പോഴും അവർ വിഗ്രഹത്തിൽ നിന്ന് കുറേയധികം ദൂരേക്ക് പോയിക്കൊണ്ടാണ് ഇരുന്നത്. പക്ഷെ അങ്ങനെ പോകുന്ന വഴിയിൽ ഒളിച്ചിരുന്ന ആ ക്രിമിനൽസ് അവരിൽ ഓരോരുത്തരായിട്ട് ആക്രമിക്കാൻ ആരംഭിച്ചു. മുത്തുവേലിനെയും മുനിസ്വാമിയെയും അവർ കൊന്നുകളഞ്ഞു.
ആനന്ദും സ്റ്റീഫനും പീറ്ററും അവിടെ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു. ആ സമയം ആ ക്രിമിനൽസ് വന്ന് ആനന്ദിനെ ആക്രമിക്കാൻ വന്നതും സ്റ്റീഫൻ അവരെ തടയുന്നു. സ്റ്റീഫന്റെ കയ്യിൽ അതിലൊരാൾ കമ്പ് കൊണ്ട് കുത്തി. ക്രിമിനൽസ് ഓടിപ്പോയി. പക്ഷേ സ്റ്റീഫന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് മണ്ണിലേക്ക് വീഴാൻ തുടങ്ങുകയായിരുന്നു. ആനന്ദ് തടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇനിയും ബ്ലഡ് വീണ് കഴിഞ്ഞാൽ ഈ ലൂപ്പ് ഒന്നീന്ന് തുടങ്ങും. ഇവരെല്ലാവരും പല കാലഘട്ടത്തിൽ പോകും. വീണ്ടും ഒരുമിച്ച് എത്തണമെങ്കിൽ പല പല ലൂപ്പുകൾ കടക്കണം. പക്ഷേ ബ്ലഡ് വീഴുന്നത് തടയാൻ അവന് സാധിച്ചില്ല. ആകെ നിസ്സഹനയായി അവൻ ചെവിപ്പൊത്തി നിൽക്കുകയായിരുന്നു. അടുത്ത ലൂപ്പ് സംഭവിക്കാൻ പോവുകയാണ്. പക്ഷെ അവൻ പ്രതീക്ഷ പോലെ ഒന്നും തന്നെ നടന്നില്ല. എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് അവന് മനസ്സിലായില്ല. സ്റ്റീഫന്റെ കയ്യിലെ മുറിവ് വെച്ചു കെട്ടിയ ശേഷം അവരെല്ലാവരും അവിടെ നിന്ന് നടക്കാൻ ആരംഭിച്ചു. അപ്പോൾ എവിടെ നിന്നോ ഒരു കാക്കയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ആ ചാരൻ പറഞ്ഞ പ്രകാരം ഈ കാടിനുള്ളിൽ കാക്കകളില്ല. അങ്ങനെയാണെങ്കിൽ റോഡിന്റെ സൈഡിലായിരിക്കും ആ കാക്ക ഉണ്ടാവുക. ഉറപ്പായിട്ടും ആ സൗണ്ടിനെ ലക്ഷ്യമാക്കി നടന്നു കഴിഞ്ഞാൽ അവർക്ക് റോഡ് എത്താം. കൂടെ ഒരു വണ്ടി ഹോൺ അടിക്കുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്. കാക്കയുടെ സൗണ്ടും വണ്ടിയുടെ സൗണ്ടും ഒക്കെ കേട്ട ദിശയിലേക്ക് അവർ ഓടാൻ ആരംഭിച്ചു. അങ്ങനെ അവർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ആ റോട്ടിലെത്തി. അതുവഴി വന്ന വണ്ടിക്ക് കൈ കാണിച്ച് അയാളോട് ആനന്ദ് ചോദിക്കുന്നുണ്ട്, ഇതേതാ വർഷം, ഇതേതാ ദിവസം എന്ന്. മെയ് 26, 1994 അയാൾ പറയുന്നത്. അതോടെ ആനന്ദിന് മനസ്സിലായി താൻ ഇവരുടെ കൂടെ ഈ വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. കാരണം അവൻ വന്നത് 2024 നിന്നാണ്. അതുകൊണ്ട് സ്റ്റീഫനെയും പീറ്ററിനെയും മാത്രം ആ വണ്ടിയിൽ കയറ്റി അവൻ വിട്ടിട്ട് ആനന്ദ് സ്റ്റീഫനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്ന് ഓൾറെഡി ഞാൻ ജനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഈ നിൽക്കുന്ന എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. കാരണം സ്റ്റീഫന്റെയും അയാളുടെ വൈഫിന്റെയും മകനായിട്ട് ആനന്ദ് ഓൾറെഡി ജനിച്ച സ്ഥിതിക്ക് സ്റ്റീഫനെ ഇവിടെ നിന്ന് ആനന്ദ് രക്ഷിച്ചുകൂടി വിട്ട സ്ഥിതിക്ക് സ്വന്തം അച്ഛന്റെ അമ്മയുടെ സ്നേഹത്തിൽ ഒരു ആനന്ദ് അവിടെ വളരും. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ ഈ ആനന്ദ് വീണ്ടും കാട്ടിലേക്ക് കടക്കുന്നു. അവന് സ്വന്തം കാലഘട്ടത്തിലേക്ക് പോകാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് തലയ്ക്ക് നേരെ പിടിക്കുന്നു. അതിനുശേഷം കേൾക്കുന്നത് ഒരു വെടിവെച്ചയാണ്. പിന്നീട് നമ്മൾ ആനന്ദിനെ കാണുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് നെട്ടി ഉണരുന്നതായിട്ടാണ്. തന്റെ വൈഫ് നീതുവിന്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. പക്ഷേ അവന് ആ ലൂപ്പിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്. അവൻ സ്റ്റീഫനെ രക്ഷിച്ചതും ലൂപ്പിനുള്ളിലേക്ക് തിരിച്ചു പോയതും സ്വയം ഷൂട്ട് ചെയ്തതും എല്ലാം തന്നെ അവന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. തൊട്ടടുത്തായിട്ട് അവന്റെ അച്ഛനായ സ്റ്റീഫനും ഉണ്ടായിരുന്നു. 1994 കാട്ടിൽ കാണാതായ തന്റെ അച്ഛനെ ആനന്ദ് രക്ഷിച്ചു പുറത്തു കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അവന്റെ കൂടെ അവന്റെ ഈ അച്ഛനുമുണ്ട്. അവന്റെ ജീവിത സാഹചര്യങ്ങളും മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവനുള്ള ഈ മെയ് 26, 2024 അവൻ ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആനന്ദ് വെറും CPU മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള നമ്മുടെ ഈ ആനന്ദ് വെള്ളൂർക്കടവ് സ്റ്റേഷനിലെ SI ആണ്. അതായത് പരുമല പോലീസ് സ്റ്റേഷനിലടുത്തുള്ള സ്റ്റേഷൻ. മൂവിയുടെ തുടക്കത്തിൽ CPU ആയിട്ടാണ് അവൻ ജോയിൻ ചെയ്യാൻ വന്നതും അതേ സ്റ്റേഷനിലേക്കായിരുന്നു. എന്നാൽ ഇന്ന് SI ആയിട്ടാണ് അവൻ അവിടേക്ക് ജോയിൻ ചെയ്യാൻ വരുന്നത്. കോൺസ്റ്റബിൾസിന്റെ കൂടെ പോകുന്നതിനിടയ്ക്ക് അവൻ അവരോട് ചോദിക്കുന്നുണ്ട്, പരുമല സ്റ്റേഷൻ ഇവിടെ അടുത്താണോ എന്ന്. അതേന്ന് അവർ പറഞ്ഞതും ആ സ്റ്റേഷനിലെ SI ആയിട്ട് തന്റെ അച്ഛൻ ജോലി ചെയ്തിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. അവന്റെ അച്ഛൻ സ്റ്റീഫൻ ജോർജ് തമിഴനും അവന്റെ അമ്മ സേതുലക്ഷ്മി മലയാളിയുമാണ്. താൻ കൂടുതലും കേരളത്തിലാണ് വളർന്നതെന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ കാടിന്റെ നടുവിലുള്ള വഴിയിലൂടെ പോകുമ്പോൾ അവരുടെ സ്റ്റേഷനിലെ അശോകന്റെ വണ്ടി കേടായി കിടക്കുന്നത് അവർ കാണുന്നു. ഇത് കണ്ട് അവർ വണ്ടി അവിടെ നിർത്തി. പക്ഷെ അശോകനെ പെട്ടെന്ന് മുന്നിൽ കണ്ടത് ആനന്ദിന് ഒരു ലൂപ്പിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. ഇത് നമ്മുടെ പുതിയ SI ആണെന്ന് കോൺസ്റ്റബിൾ അശോകനോട് പറഞ്ഞതും, സാർ ഇന്ന് വരുമെന്ന് എനിക്ക് മെയിൽ വന്നിരുന്നു, നേരത്തെ എത്തണമെന്ന് കരുതി, പക്ഷെ വണ്ടി പണി തന്നു എന്ന് അയാൾ പറയുന്നു. ആനന്ദ് ആകെ ഡിസ്റ്റർബ് ആയിട്ടിരിക്കുകയായിരുന്നു. കാരണം ഇവർക്കാർക്കും ആ ലൂപ്പിലാകപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ല. ആനന്ദിനായിരുന്നു അത് ഓർമ്മയുണ്ടായിരുന്നത്. കൂടാതെ ആ ചാരനായിട്ടുള്ള ആൾക്ക് ഓർമ്മയുണ്ട്. ഒരു കോൺസ്റ്റബിളിനെ തന്റെ വണ്ടി നന്നാക്കാൻ അവിടെ ഏൽപ്പിച്ചിട്ട് അശോകൻ ഇവരുടെ കൂടെ ജീപ്പിലേക്ക് കയറി. സാർ എവിടെ നിന്നാ വരുന്നത്, സാറിന്റെ നാട് എവിടെയെന്നൊക്കെ അയാൾ ചോദിക്കുന്നു. കൊച്ചിയിലാണെന്ന് ആനന്ദ് പറയുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും ഭാര്യയും മകളും ഉണ്ടെന്ന്. മോൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ മോൾ റീസെന്റ് ആയിട്ട് ജനിച്ചിട്ടേ ഉള്ളൂ എന്ന് ആനന്ദ് പറയുന്നു. ഇത് കേട്ട് ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ചിലവുണ്ട് എന്ന്. ആനന്ദിന്റെ മനസ്സിലൂടെ ഈ കാര്യങ്ങളൊക്കെ കടന്നു പോവുകയാണ്. കാരണം തുടക്കത്തിലും ഇതേ ചോദ്യങ്ങളും ഇതേ സംഭവങ്ങളും അവൻ ഫേസ് ചെയ്തതാണ്. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും അശോകന് റഷീദിന്റെ കോൾ വരുന്നു. ഇവിടെ കുറച്ച് തമിഴ് പിള്ളേർ വന്നിട്ട് വീഡിയോ എന്തോ എടുക്കാൻ വന്നതാ, പക്ഷെ അവരുമായിട്ട് റജി പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇതും കൂടെ കേട്ടതോടെ ആനന്ദിന് ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഏകദേശം മോഹമുണ്ടായിരുന്നു. കാരണം ഇതിലൂടെ അവൻ ഓൾറെഡി കടന്നു വന്നതാണ്. തുടക്കത്തിൽ അവൻ ഇവിടേക്ക് വന്ന സമയത്ത് കണ്ട ആ ഒരു മാനും മാൻ ക്രോസിംഗിന്റെ ആ ഒരു ബോർഡും എല്ലാം തന്നെ ഇപ്പോൾ അവൻ വീണ്ടും കാണുന്നുണ്ട്. അവൻ ആകെ ഡിസ്റ്റർബ് ആയിരുന്നു. പെട്ടെന്ന് അവരുടെ വണ്ടി ആരും ഇടിച്ചു വീഴ്ത്തുന്നു. ടെൻഷനോട് കൂടി ആനന്ദ് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കാണുന്നത് ഒരു പെൺകുട്ടിയെയാണ്. അതായത് നേരത്തെ ഫ്രണ്ട്സിന്റെ കൂടെ വേട്ടയ്ക്ക് വന്ന ആ ഒരു പെൺകുട്ടിയില്ലേ, ആ ഒരു പെൺകുട്ടിയുടെ കൈ കൊണ്ടല്ലേ റെജി മരിച്ചതും. ഈ പെൺകുട്ടി ഇതേ കാട്ടിൽ നിന്ന് ഓടി വന്ന് ഇവരുടെ വണ്ടിക്ക് മുന്നിൽ ചാടിയിരിക്കുന്നു. ആനന്ദിന് മനസ്സിലായി താൻ ഇപ്പോഴും ആ ലൂപ്പിൽ തന്നെയാണെന്ന്. അവർ ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് എടുത്തു കയറ്റി. അശോകൻ ആനന്ദിനോട് പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ ഫോൺ ചെക്ക് ചെയ്ത് അവളുടെ കോൺടാക്ട് ലിസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൾ ചെയ്യണമെന്ന്. ആനന്ദ് അവളുടെ ഫോൺ സ്ക്രീൻ ഓൺ ആക്കിയതും അതിലുണ്ടായിരുന്ന ഫോട്ടോ കണ്ട് അവൻ ഞെട്ടുന്നു. കാരണം ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്നത് വയസ്സായ ആനന്ദ് തന്നെയായിരുന്നു. പാതിബോധത്തിൽ ആ പെൺകുട്ടി ആനന്ദിനെ
തന്നെ അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. ആനന്ദിന് ജനിച്ച ആനന്ദിന്റെ മകൾ തന്നെയാണ് അവന്റെ മടിയിൽ കിടക്കുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആ പെൺകുട്ടിയും കൂട്ടുകാരും ഈ കാട്ടിലേക്ക് വന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദ് ഇപ്പോൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് കുറേയധികം കഴിഞ്ഞിട്ടാണെന്ന്. അതായത് ഫ്യൂച്ചറിൽ നിന്നാണ് ഈ പെൺകുട്ടി വന്നിരിക്കുന്നത്. കാരണം ആനന്ദിന്റെ മകൾ ജനിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ടൈലൂപ്പിന്റെ കാര്യങ്ങളിൽ ഓർമ്മയുള്ള ആനന്ദിന് തന്റെ മടിയിൽ കിടക്കുന്ന തന്റെ മകളാണെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ ആ പെൺകുട്ടി ഹോസ്പിറ്റലിലേക്ക് എത്തും മുമ്പ് അവന്റെ മടിയിൽ കിടന്ന് മരിക്കുന്നു. അവർ ഒരു സൈഡിലേക്ക് വണ്ടി ഒതുക്കി. ആകെ ഡിസ്റ്റർബായിട്ട് ആനന്ദ് പുറത്തേക്ക് ഇറങ്ങി വൈഫ് നീതിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ മകൾ എവിടെയെന്ന്. അവളെ ഞാൻ ഉറക്കാൻ കിടത്തിയിരിക്കുകയാണ്, പക്ഷെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നീതു പറയുന്നു. ആ സമയം ആ കാടിന്റെ ഒരു സൈഡിലായിട്ട് വെള്ളക്കുതിരയുടെ മുകളിലിരിക്കുന്ന ആ പോർച്ചുഗീസ് രാജാവ് ഗബ്രിയലിനെ ആനന്ദ് കാണുന്നു. ആ ചാരനായിട്ടുള്ള ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലൂപ്പും ഈ കാടിലുണ്ടായ പ്രശ്നങ്ങളും എല്ലാം തന്നെ മാറണമെങ്കിൽ അന്ന് സംഭവിച്ച ആ കാര്യങ്ങൾ നടക്കാതിരിക്കണം. അതായത് ആ ചാരൻ ഈ പോർച്ചുഗീസ് രാജാവിനോട് ഇവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരെ കുറിച്ച് പറയുകയും അയാൾ ഇവിടെ വന്ന് പ്രതിഷ്ഠ മോഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടല്ലേ ഈ ടൈം ലൂപ്പും ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായത്. അതിന് കാരണമായി ആ സംഭവം നടക്കാതിരിക്കണമെങ്കിൽ ആ ചാരൻ ഈ ഗോത്രവർഗ്ഗങ്ങളെ കുറിച്ച് പോർച്ചുഗീസ് രാജാവിന്റെ അടുത്ത് പറയുന്നത് തടയണം. ഈ പോർച്ചുഗീസ് രാജാവും ഈ ചാരനുമൊക്കെ ഇപ്പോഴും ഈ കാടിനുള്ളിലുള്ള സ്ഥിതിക്ക് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. കുറേയധികം കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഗോത്രവർഗ്ഗക്കാരെ ഉപദ്രവിച്ച ഈ രാജാവിന്റെ കാലഘട്ടത്തിലുള്ളവർ, അതിലുള്ളതാണ് ആ ചാരനും. പിന്നീട് 1960 ഭർത്താവിനെയും കാമുകിയെയും കൊന്നു തള്ളാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന മദാമയും അവരുടെ ആ ഒരു ഭർത്താവ് ജെയിംസും. പിന്നീടുള്ളത് 1994 ഈ കാട്ടിലേക്ക് ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടി വന്ന ആ പോലീസുകാരനും ആ കുറേയധികം ക്രിമിനൽസും. കൂടാതെ ഏകദേശം അതേ സമയത്ത് തന്റെ അനിയനെ പിറകെ ഓടി വന്ന റജിയുടെ സഹോദരി. പിന്നീട് 2024 ഈ കാട്ടിലേക്ക് കയറിയ നമ്മുടെ ആനന്ദും കൂട്ടരും. ഇതൊന്നും കൂടാതെ ഫ്യൂച്ചറിൽ നിന്ന് വന്ന ആനന്ദിന്റെ മകളും. ഇപ്പോൾ തന്നെ ഏകദേശം 5 കാലഘട്ടത്തിൽ നിന്നുള്ള ആൾക്കാരെ ഈ കാടിനുള്ളിൽ നടക്കുന്ന ടൈം ലൂപ്പിൽ പെട്ടുകിടക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം പുറത്തു കടക്കണമെങ്കിൽ ചാരൻ പറഞ്ഞ പോലെ ആ സംഭവം നടക്കാൻ അനുവദിക്കരുത്. ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകാം. മൂവിയുടെ സെക്കൻഡ് പാർട്ട് കൂടി റിലീസ് ആകുമ്പോൾ പല കാര്യങ്ങളും ക്ലിയർ ആകും. ഈ സിനിമയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ മൂവി എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോ അടുത്തൊരു അടിപൊളി മൂവിയുമായി വീണ്ടും കാണാം. ബൈ ഫ്രം അക്ബർ.